Our new chapter number 2, circles. In our previous classes we studied about circles, isn't it? കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ച ഒരു വാക്കാണ് സർക്കിൾ അഥവാ വൃത്തങ്ങൾ എന്നുള്ളത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സർക്കിളിനെ കുറിച്ച് പഠിച്ചത്? സർക്കിളിന്റെ സെന്റർ ആണ്. സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കുറെ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് സർക്കിൾ. ശരിയല്ലേ? ഇവിടെയൊക്കെ കുറെ പോയിന്റ്സ് ഉണ്ട്. എല്ലാവിടേക്കും ഉള്ളത് ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ്സുകളൊക്കെ ഉള്ളത്. ആ പോയിന്റ്സിന്റെ കൂടെയൊക്കെ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആണ്. ഇപ്പൊ സർക്കിളിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കുറെ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് സർക്കിൾ എന്നുള്ളത് അല്ലെ? പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ്. ശരിയല്ലേ? സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. എവിടേക്ക് വേണമെങ്കിലും ഏത് പോയിന്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ ലൈൻ വരയ്ക്കാം. ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ലൈൻ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെയിം മെഷർമെന്റ്സ് ആണ്. അതായത് ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ പിന്നെ പഠിച്ചൊരു കാര്യമാണ് ഡയമീറ്റർ എന്നുള്ളത്. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ലൈനിനെ ഡയമീറ്റർ എന്ന് വിളിക്കാം. എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ ലൈൻ സെന്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിനെ നമുക്ക് ഡയമീറ്റർ എന്ന് വിളിക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. ആ ലൈൻ എന്ന് പറയുന്നത് സെന്ററിലൂടെ പാസ് ചെയ്യണം എങ്കിൽ നമുക്ക് ആ ലൈനിനെ ഡയമീറ്റർ എന്ന് വിളിക്കാം. ആ ഡയമീറ്ററിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലൈനാണ് ഡയമീറ്റർ എന്നുള്ളത്. പിന്നെ സർക്കിളിന്റെ ഡയാമീറ്ററിനെയും റേഡിയസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, റേഡിയസ് ഇതാണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് ആണ്. റേഡിയസിന്റെ മെഷർമെന്റ് എന്താണോ അതിന്റെ 2 ടൈംസ് ആണ് ഡയമീറ്റർ. ഇതെല്ലാം നമ്മൾ 4th 5th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ റേഡിയസ് അറിയാം എന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും മെഷർ ചെയ്യാൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ശരിയല്ലേ? റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. πr² എന്നുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിൽ പൈ എന്ന് പറയുന്നത് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3.14 എന്നുള്ളത്. ഓക്കെ, പൈയുടെ വാല്യൂ 3.14ഉം റേഡിയസ് എത്രയാണോ, സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം, πr². അതേപോലെ തന്നെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണെന്നും നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? റേഡിയസിന്റെയും പൈയുടെയും 2യുടെയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് പെരിമീറ്റർ. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2πr. ഓക്കെ, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? റേഡിയസ് സെന്റർ പറഞ്ഞു, സർക്കിൾ പറഞ്ഞു, അതേപോലെ തന്നെ റേഡിയസ് പറഞ്ഞു, ഡയമീറ്റർ പറഞ്ഞു, പിന്നെ സർക്കിളിന്റെ ഏരിയ, ദെൻ പെരിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? കോഡ്. എന്താണ് കോഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? CHORD. കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈനാണ് കോഡ്. ഇപ്പൊ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോഡ്. ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. ഇവിടെയുള്ള രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെയും വരയ്ക്കാം. ഇതെല്ലാം കോഡാണ്. ശരിയല്ലേ? അപ്പോ ഈ കോഡും ഡയമീറ്ററും കണക്ട് ചെയ്തുകൊണ്ട് കോഡിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് കോഡെന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ സെന്ററിലൂടെ വരയ്ക്കുന്ന കോഡാണ് ഏറ്റവും വലിയ ലെങ്ത്. കോഡിൽ ഒരുപാട് കോഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്.
അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നതാണ് ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലൈൻ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഡയമീറ്റർ ആണ് ആ സർക്കിളിലെ ഏറ്റവും വലിയ കോഡ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 9th 1-2 കാര്യങ്ങളും കൂടി പഠിച്ചു. അതെന്ന് പറയുന്നത് സർക്കിളിന്റെ ആർക്ക് എന്നുള്ളതാണ്. ശരിയല്ലേ? ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഗേൾസ് യൂസ് ചെയ്യുന്ന വള അല്ലെ. ബാങ്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ അതേ ആ ഇത് തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു രൂപത്തിലുള്ള ഒരു സർക്കിളിലെ ബാങ്കിളിനെ നമ്മൾ അതിനെ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പീസ് മേ ബി ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് കൂടുതലായിരിക്കാം. ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പീസാണ് ആർക്ക്. ARC ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പീസാണ്. ഓക്കെ, ആ പീസ് സർക്കിളിന്റെ സെന്ററുമായിട്ട്, സെന്ററിലെ ഒരു ആംഗിൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ. വാട്ട് ഈസ് ദാറ്റ്? സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആ ആർക്കിൽ നിന്ന് സർക്കിളിലെ സെന്ററിലേക്ക് വരയ്ക്കുന്നതാണ് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ. ഇപ്പോൾ നമ്മൾ ഈ ആർക്കും, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആർക്ക്. ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് സർക്കിളിന്റെ സെന്ററുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആംഗിളിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയ ഈ പിക്ചർ, ദാറ്റ് മീൻസ് നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് കേക്ക് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് സർക്കിളിന്റെ സെന്ററുമായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെൻട്രൽ ആംഗിളും ചേർന്നിട്ടുള്ള ഈ ഒരു പീസിനെ നമ്മൾ പറയുന്നത് സെക്ടർ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മൾ പുതിയൊരു സംഭവം കൂടി പഠിച്ചിരുന്നു, സെക്ടർ എന്നുള്ളതാണ്. 9th നമ്മൾ പഠിച്ചാണ് സർക്കിളിന്റെ സെക്ടർ. ഒരു ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് സർക്കിളിന്റെ സെന്ററുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഇത് എല്ലാവരും കൂടിയുള്ള, അതായത് ഒരു കേക്കിന്റെ ഒരു പീസ് എന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചർ ആണ് നമുക്ക് കിട്ടുന്ന സെക്ടർ. ഇപ്പൊ സർക്കിളിന്റെ സെക്ടർ ഇതാണ്. ഈ സെക്ടറിന്റെ ഏരിയയും സർക്കിളിന്റെ ലെങ്ത് ഓഫ് ആർക്കും, ദാറ്റ് മീൻസ് ഈ സെക്ടറിന്റെ ലെങ്ത് ഓഫ് ആർക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൂടി നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് സർക്കിളിന്റെ, എന്താണ് സെക്ടറിന്റെ ഏരിയ? സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr² ആണുള്ളത്. ഈ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതിലെ ഒരു പോർഷൻ ആണ് ഈ സെക്ടർ. ദാറ്റ് മീൻസ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള x ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സെക്ടറിന്റെ ഈ പറയുന്ന ഈ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് x/360 × πr² ആണ്. ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കിളിന്റെ ടോട്ടൽ πr² ആണ്. സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr² എന്നുള്ളത്. 360 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ പോർഷൻ ആണ്. ഇതിന്റെ ഒരു പോർഷൻ, ദാറ്റ് മീൻസ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിളോട് വരുന്ന ഈ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയാം. ദാറ്റ് മീൻസ് x/360 × πr². ഇതേപോലെ തന്നെ ലെങ്ത് ഓഫ് ആർക്ക് കൂടി നമ്മൾ പഠിച്ചിരുന്നു. ലെങ്ത് ഓഫ് ആർക്ക് സർക്കിളിന്റെ പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പറയാൻ. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇതല്ലേ ആർക്ക്, ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർക്കിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ടോട്ടൽ ഉള്ളതിലെ ഒരു പോർഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സർക്കിളിന്റെ പെരിമീറ്റർ ഈ ലെങ്ത് ഓഫ് ആർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് ചോദിക്കുമ്പോൾ ഉള്ള ഫോർമുല x/360 × 2πr ആണ്. നമുക്കറിയാം സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്ററും ലെങ്ത് ഓഫ് ആർക്കും തമ്മിൽ കണക്ട് ചെയ്തിട്ട് സംസാരിക്കാം. ദാറ്റ് മീൻസ് x/360 × 2πr ആണ് ലെങ്ത് ഓഫ് ആർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഫസ്റ്റ് മുതൽ 9th വരെ നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഒരു സർക്കിളിന്റെ സെന്റർ പഠിച്ചു. ദെൻ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് സർക്കിൾ എന്താണെന്നുള്ളതാണ്. സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരുപാട് പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് സർക്കിൾ എന്നുള്ളത്. ദെൻ തേർഡ് പോയിന്റ് റേഡിയസ് എന്ന് പറഞ്ഞു. ദെൻ ഫോർത്ത് വൺ
റേഡിയസ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ്. ഒരുപാട് റേഡിയസ് നമുക്ക് വരയ്ക്കാം, എല്ലാം സെയിം തന്നെ ആയിരിക്കും. ദെൻ ഫോർത്ത് വണ്ണായി നമ്മൾ പറഞ്ഞത് ഡയമീറ്റർ ആണ്. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ ലൈൻ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ലൈനിനെ ഡയമീറ്റർ എന്ന് പറയാം. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ ഇനി പഠിച്ചത് ഒരു കോഡ് എന്താണെന്നുള്ളതാണ്. കോഡ് എന്ന് പറയുന്നത് സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് കോഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കോഡ്സ് നമുക്ക് വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് ആ കോഡ്സ് എന്ന് പറയുന്നത് സർക്കിളിലെ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഡയമീറ്റർ ആകും. ദാറ്റ് മീൻസ് ആ സർക്കിളിൽ നമുക്ക് വരയ്ക്കാവുന്ന ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡയമീറ്റർ തന്നെ ആയിരിക്കും. ദെൻ സിക്സ്ത് വണ്ണായിട്ട് നമ്മൾ പഠിച്ചു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണെന്നും ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണെന്നും പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണെന്നും കൂടി നമ്മൾ പഠിച്ചു. ദെൻ എയ്ത്ത് വണ്ണായിട്ട് നമ്മൾ പഠിച്ചത് സർക്കിളിന്റെ ആർക്കാണ്. ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അതാണ് ആർക്ക് എന്ന് പറഞ്ഞു. ദെൻ ഈ ആർക്കിനെ സർക്കിളിന്റെ സെന്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ. അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പീസ്, സർക്കിളിന്റെ ഒരു പീസാണ് അവിടുത്തെ സെക്ടർ എന്നുള്ളത്. സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം സെക്ടറിന്റെ ദാറ്റ് മീൻസ് ആർക്കിന്റെ ലെങ്ത് നമുക്ക് പഠിക്കാനുള്ള ഫോർമുല കൂടി, മെഷർ ചെയ്യാനുള്ള ഫോർമുല കൂടി നമ്മൾ പഠിച്ചിരുന്നു. സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് x/360 × πr സ്ക്വയർ. ദാറ്റ് മീൻസ് സർക്കിളിന്റെ ഏരിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് സെക്ടറിന്റെ ഏരിയ പറയാം, x/360 × πr സ്ക്വയർ. ദെൻ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിന്റെ പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാം. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് ആർക്ക് ഇസ് ഈക്വൽ ടു x/360 × 2πr. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ദാറ്റ് മീൻസ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് സെമി സർക്കിൾസ് ആയിരിക്കും അല്ലെ. ഒരു ഡയമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെമി സർക്കിൾസ് ആയിരിക്കും. അങ്ങനെ ഒരു സെമി സർക്കിളിൽ ഡയമീറ്ററിന്റെ രണ്ട് പോയിന്റ്സും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിൾ കിട്ടി. ഈ ആംഗിൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇത് സെന്റർ ആണെങ്കിൽ സെന്ററിൽ നിന്ന് ഈ ആംഗിളിനെ ഒരു ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും അല്ലെ. ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കിളിന്റെ റേഡിയസ് ആണ്, ഇതും സർക്കിളിന്റെ റേഡിയസ് ആണ്. നമുക്കറിയാം ഒരു സർക്കിളിലെ റേഡിയസ് ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവും എന്നുള്ളത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു. അതായത് ഈ റേഡിയസ് ഈക്വൽ ആണ് ഈ റേഡിയസിനോട് ഈക്വൽ ആണ് എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആവും. നമുക്ക് ഒരു x ഡിഗ്രി ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് x ആണെങ്കിൽ ഇതും ഓട്ടോമാറ്റിക്കലി x ആവും. ശരിയല്ലേ? അതേപോലെ തന്നെ ഇതും സർക്കിളിന്റെ റേഡിയസ് ആണ്, ഇതും സർക്കിളിന്റെ റേഡിയസ് ആണ്. ദാറ്റ് മീൻസ് ഇതും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ റേഡിയസും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. മേ ബി അതിനെ നമ്മൾ y ഡിഗ്രി എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ y ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ കൂടി y ഡിഗ്രി ആയിരിക്കും. ശരിയല്ല? ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന്. ദാറ്റ് മീൻസ് ആംഗിൾസിന്റെ സമ്മ 180 എന്ന് പറയുമ്പോൾ x ഡിഗ്രിയും y ഡിഗ്രിയും ആണ് 3 എൻഡ്സിൽ, ദാറ്റ് മീൻസ് 3 കോർണേഴ്സിൽ വരുന്ന ആംഗിൾസ്. ഈ മൂന്നെണ്ണത്തിന്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് x ഡിഗ്രി പ്ലസ് y ഡിഗ്രി പ്ലസ് y ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് x പ്ലസ് x 2x, y പ്ലസ് y
2y. ഇവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് കിട്ടി. 2x plus 2y is equal to 180 എന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ x plus y is equal to 180 എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? 2xൽ ഒരു 2 ഉണ്ട്, 2yൽ ഒരു 2 ഉണ്ട്, 180ൽ ഒരു 2 ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2x plus 2y is equal to 180 എന്ന് പറയുന്നതിന് x plus y is equal to 180 by 2, that is 90 degree. ശരിയല്ലേ? 2x plus 2y is equal to 180. ഇതിലെല്ലാം 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ബോത്ത് സൈഡ്സ് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x plus y is equal to 90 degree എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എക്സും വൈയും ആണ് ഇവിടെ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് കേട്ടോ. അതായത് ഒരു ഡയമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സർക്കിളിനെ 2 പീസസ് ആയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെമി സർക്കിളിൽ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും, അതായത് സർക്കിളിലെ പോയിന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആംഗിള് എല്ലായ്പ്പോഴും 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഇത് 90 ഡിഗ്രിയാണ്, ഇവിടെ വരച്ചു കഴിഞ്ഞാലും ഇത് 90 ഡിഗ്രിയാണ്, ഇവിടെ വരച്ചു കഴിഞ്ഞാലും, അതായത് ഓൺ ദ സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇത് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ആ രണ്ട് ഡയമീറ്ററിന്റെ എൻഡ്സ് രണ്ടും സർക്കിളിലെ പോയിന്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കൊരു കോമൺ പ്രോപ്പർട്ടി കിട്ടി, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. സെമി സർക്കിളിൽ വരയ്ക്കാവുന്ന ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി തന്നെ റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് സർക്കിളിന്റെ റേഡിയസ് ആണ്, ഇവിടെയും വരുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് രണ്ടും x ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ രണ്ടെണ്ണം വരുന്നതും റേഡിയസ് തന്നെയാണ്, അതായത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദെൻ നമ്മൾ മൂന്നാമതായിട്ട് യൂസ് ചെയ്യുന്നത് ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ദാറ്റ് മീൻസ് x plus y എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. വി ക്യാൻ ക്യാൻസൽ ബൈ 2 യൂസിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്. 2 യൂസ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡ്സും ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് x plus y is equal to 90 ഡിഗ്രി. ദാറ്റ് മീൻസ് x plus y എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. x plus y is equal to 90 ഡിഗ്രി മീൻസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ് എന്നുള്ളത് കിട്ടി അല്ലെ. അപ്പോൾ നമുക്ക് ഓൺ ദ സർക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ അവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറെ രണ്ട് ചാൻസസ് കൂടി വരും അല്ലെ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഒന്നുകിൽ സർക്കിളിന്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ സർക്കിളിലായിരിക്കാം, അല്ലെങ്കിൽ സർക്കിളിന്റെ പുറത്തായിരിക്കാം. മൊത്തം 3 കേസസ് ആണുള്ളത്. നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സർക്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ വരിക. അതായത് ഒരു സെമി സർക്കിൾ, ദാറ്റ് മീൻസ് ഡയമീറ്റർ വരച്ച് നമുക്ക് കിട്ടിയ രണ്ട് സെമി സർക്കിൾ. ഈ സെമി സർക്കിളിൽ നമ്മൾ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് 3 രീതിയിലാണ് നമുക്ക് കിട്ടുക. ഒന്നെങ്കിൽ ഉള്ളിൽ നമുക്കൊരു ഡോട്ട് ഇടാം, അല്ലെങ്കിൽ പുറത്തൊരു ഡോട്ട് ഇടാം, അല്ലെങ്കിൽ ഓൺ ദ സർക്കിളിൽ ഒരു ഡോട്ട് ഇടാം. ഇത് ഇൻസൈഡ് ദ സർക്കിൾ, ദ ഓൺ ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ, 3 രീതിയിൽ നമുക്ക് കുത്തിടാം അല്ലെ. ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് സർക്കിളിന്റെ ഉള്ളിലിടാം, ഓൺ ദ സർക്കിൾ ഇടാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ഇടാം. അപ്പൊ 3 രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ 3 രീതിയിൽ നമ്മൾ ഒന്ന് മാത്രമേ പഠിച്ചുള്ളൂ. ഇവിടെ ഒരു ആംഗിൾ ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ള കേസാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഉള്ളിലാണ്, സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എങ്കിൽ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരിക? അതേപോലെ തന്നെ പുറത്തുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്തുകൂടെ? ഒരു ആംഗിൾ മേക്ക് ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്തായിരിക്കും? ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ തന്നെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാണോ ആ മെഷർമെന്റിനേക്കാളും ചെറുതായിരിക്കും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഞാനിപ്പോ റൂളർ യൂസ് ചെയ്താണ്ട് വരച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ റൂളർ യൂസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഈ മെഷർമെന്റ് എത്രയാണോ ഈ മെഷർമെന്റിനെക്കാളും കുറവാണോ കൂടുതലാണോ ഇവിടെ ഉള്ളത്, അതേപോലെ തന്നെ ഈ മെഷർമെന്റിനെക്കാട്ടിലും കുറവാണോ കൂടുതലാണോ ഇവിടെ വരുന്നത് നമുക്ക് മനസ്സിലാവാം. എന്താണ് ഇതൊന്ന് മനസ്സിലാവുന്നത്? ഈ മെഷർമെന്റിനെക്കാട്ടിലും ദാറ്റ് മീൻസ് 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ് മോളിലുള്ളത്. അതേപോലെ തന്നെ ഈ 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണ് ഇവിടെ വരുന്നത്. അതായത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ് ഇവിടെ വരുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഉള്ളിലോട്ട് പോകുന്തോറും മെഷർമെന്റ് കൂടിയിട്ടാണ് വരുന്നത്. അതായത് പുറത്തുള്ള മെഷർമെന്റ് കുറവും ഉള്ളിലുള്ള മെഷർമെന്റ് കുറച്ച് കൂടുതൽ, ദാറ്റ് മീൻസ് 90 ഡിഗ്രിയും ഏറ്റവും ഉള്ളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് കൂടുതൽ, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ് എങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് അക്യൂട്ട് ആംഗിൾ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് ഔട്ട്സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണെങ്കിൽ അത് ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആണെന്ന് കിട്ടി. ഇനി ഓൺ ദ സർക്കിൾ ആണ് എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ് എങ്കിൽ ഈക്വൽ ടു 90 ഡിഗ്രി റൈറ്റ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ശരിയല്ലേ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ, അതായത് ഈ പോയിന്റ് ഇൻസൈഡ് ആണ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇൻസൈഡ് ആണ് എങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയെക്കാട്ടിലും വലുതായിരിക്കും. ദാറ്റ് മീൻസ് ഒബ്റ്റ്യൂസ് ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് റൈറ്റ് ആംഗിൾ ആണ് എന്ന് നമ്മൾ കണ്ടു. ഈ ആംഗിളിനെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ മറ്റു രണ്ട് ആംഗിൾസ് നമുക്ക് പറയാം. ഈ ആംഗിളിനെക്കാട്ടിലും കുറവാണ് ഇവിടെ. ദാറ്റ് മീൻസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് ഔട്ട്സൈഡ് ദ പോയിന്റ് ആകുമ്പോൾ. അതായത് അക്യൂട്ട് ആംഗിൾ ആണ് അല്ലെ. 90 ഡിഗ്രികളും കുറവാണെന്ന് പറയുമ്പോൾ അക്യൂട്ട് ആംഗിൾ ആണ്. ദെൻ ഈ രണ്ട് ആംഗിൾസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളിനെക്കാട്ടിലും വലുതാണ് ഈ ഉള്ളിലുള്ള വരുന്ന ഈ ആംഗിൾ. അതായത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ, ആംഗിള് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഉള്ളിലോട്ട് പോകുന്തോറും വാല്യൂ ദാറ്റ് മീൻസ് മെഷർമെന്റ് കൂടി വരുന്നു എന്നുള്ളത്. അപ്പൊ ഔട്ട്സൈഡ് ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആണെന്നും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഈക്വൽ ടു 90 ഡിഗ്രി റൈറ്റ് ആണെന്നും ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പുതിയ 3 കൺസെപ്റ്റ്സ് അല്ലെ. ഈ കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പേജ് നമ്പർ 42 എക്സസൈസ് പ്രോബ്ലംസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഇതേപോലെ ഒരു 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 3 പോയിന്റ്സിന്റെ മെഷർമെന്റ്സും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് 110 ഡിഗ്രി, 90 ഡിഗ്രി, 70 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. 110 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നതാണ്. നമുക്കറിയാം 110 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഒബ്റ്റ്യൂസ് ആണ്, ഇൻസൈഡ് ദ സർക്കിൾ ആണ്. ഇനി ഈക്വൽ ടു 90 ഡിഗ്രി ആണ് രണ്ടാമത്തെ ആംഗിൾ. ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിൾ ആണ്. ദെൻ 70 ഡിഗ്രി ആണ് മൂന്നാമത്തെ പോയിന്റ്. 70 ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് അക്യൂട്ട് ആംഗിൾ ആണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. ഓക്കെ. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള 110 ഡിഗ്രി എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിളും ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളും 70 ഡിഗ്രി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിളും ആണ്. നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ. താഴെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററലിന്റെ ഇന്റീരിയർ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാലും, അതായത് ഒരു സ്ക്വയർ ആയിക്കോട്ടെ, ഒരു റെക്ടാംഗിൾ ആയിക്കോട്ടെ, പാരലലോഗ്രാം ആയിക്കോട്ടെ, റോംബസ് ആയിക്കോട്ടെ, ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും അതായത് 4 സൈഡ്സിലാണ് ക്വാഡ്രിലാറ്ററൽ അല്ലെ. അപ്പോൾ ഏതൊരു ക്വാഡ്രിലാറ്ററിന്റെയും ഇന്റീരിയർ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. നമുക്കറിയാം ഫോർമുല n-2 × 180 ഡിഗ്രി എന്നാണ്. ആ n-ന് n = 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 - 2 × 180
ദാറ്റ് മീൻസ് 360 ഡിഗ്രി ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും ഇന്റീരിയർ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ 360 ഡിഗ്രി യൂസ് ചെയ്തുകൊണ്ട് 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 105 ഡിഗ്രി, സെക്കൻഡ് ആംഗിൾ 55 ഡിഗ്രി, തേർഡ് ആംഗിൾ 110 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഫോർത്ത് ആംഗിൾ നമുക്ക് അറിയില്ല. പക്ഷേ ഇന്റീരിയർ ആംഗിൾ സം എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസിന്റെ സം 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലെ. 3 ആംഗിൾസ് അറിയാം, 4 ആംഗിൾസിന്റെ സം 360 ആണെങ്കിൽ നാലാമത്തെ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാം? എങ്ങനെയായിരിക്കും? 3 ആംഗിൾസ് കൂടി സം ചെയ്യും അല്ലെ. 105ഉം 55ഉം 110ഉം കൂടി സം ചെയ്യും. എത്രയായിരിക്കും വരിക? 105, 110, 55. സം ചെയ്യുന്ന സമയത്ത് 270 വരും അല്ലെ. അത് ടോട്ടൽ 4 എണ്ണത്തിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ എങ്ങനെ മെഷർ ചെയ്യാം? 360 മൈനസ് 270, ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് കേട്ടി. ഇനി ഈ 4 പോയിന്റ്സും എവിടെയാണ്? സർക്കിളിന്റെ ഇൻസൈഡ് ആണോ, ഔട്ട്സൈഡ് ആണോ, ഓൺ ദ സർക്കിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എങ്കിൽ ആ കോർണർ എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും, ശരിയല്ലേ. സെക്കൻഡ് ആംഗിൾ 105 ഡിഗ്രിയാണ്. 105 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 അല്ലേ, അപ്പോൾ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ദെൻ 110 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 90 അല്ലേ, ദാറ്റ് മീൻസ് അതും ഇൻസൈഡ് ദ സർക്കിൾ തന്നെ ആയിരിക്കും. ഇൻ 55 ഡിഗ്രിയാണ് നാലാമത്തെ ആംഗിൾ. 55 എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആണ്. അപ്പോൾ ആ ആംഗിൾ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ 4 ആംഗിൾസിന്റെ മെഷർമെന്റ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അത് ഇൻസൈഡ് ആണോ, ഔട്ട്സൈഡ് ആണോ, ഓൺ ദ സർക്കിൾ ആണോ എന്നറിയാൻ ഇൻസൈഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയും, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഈക്വൽ ടു 90 ഡിഗ്രിയും, ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിളും ആണ് അല്ലെ. ഇൻസൈഡും ഓണും ഔട്ട്സൈഡും ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ 2 എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത്, if circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle where would be the third vertex? അതായത് 5ഉം 12ഉം 13ഉം ഉള്ള ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ്സ്, ദാറ്റ് മീൻസ് സൈഡ്സിന്റെ മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 5ഉം 12ഉം 13ഉം ആണ് തന്നിട്ടുള്ളത്. എന്തെങ്കിലും പ്രോപ്പർട്ടീസ് തോന്നുന്നുണ്ടോ? അതിന്റെ ചെറിയ 2 മെഷർമെന്റ്സ് എടുത്ത് നോക്കിയേ. 5ഉം 12ഉം അല്ലേ. 5ഉം 12ന്റെയും സ്ക്വയർ കാണാം. എന്താ പറഞ്ഞത്? 5ഉം 12ഉം 13ഉം ആണ് നമ്മുടെ 3 സൈഡ്സ്, ട്രയാങ്കിളിന്റെ സൈഡ്സ്. അതിൽ ഏറ്റവും ചെറിയ 2 സൈഡ്സ് എടുത്തു, 5ഉം 12ഉം. ഇവരുടെ സ്ക്വയർ കാണാം, എന്നിട്ട് സം ചെയ്യാം. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25ഉം 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144ഉം ആണ്. രണ്ടും കൂടി സം ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് നമുക്ക് 169 ആണ്. 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ. 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ 2 സൈഡ്സ് ആയ 5 സ്ക്വയറും 12 സ്ക്വയറും കൂടി സം ചെയ്താൽ കിട്ടുന്നത് 13 സ്ക്വയർ, മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 5, 12, 13 എന്ന് പറയുന്നത് ഇത് പൈതഗോറസ് തിയറം ആണ്. ഏറ്റവും ചെറിയ 2 സൈഡ്സിന്റെ സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത്, ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം ആണ്. അപ്പോൾ ഈ 3 മെഷർമെന്റ്സ് എന്ന് പറയുന്നത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. വാട്ട് ഈസ് ദാറ്റ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയിട്ടുള്ള 5, 12, 13 എങ്കിലും 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ 5ഉം 12ഉം 13ഉം വരുന്ന സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ശരിയല്ലേ. നമ്മൾ റൈറ്റ് ട്രയാങ്കിളിലാണ് പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചത്. പൈതഗോറസ് തിയറം പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളതാണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലിയ സൈഡ്. ദാറ്റ് മീൻസ് 2 ചെറിയ സൈഡ്സിന്റെ സ്ക്വയർ കണ്ടപ്പോൾ കിട്ടിയത് നമുക്ക് വലിയ സ്ക്വയർ ആണ്, വലിയ സൈഡിന്റെ സ്ക്വയർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടിന്റെയും സമ്മ 90 ആയിരിക്കും അല്ലെ. ഈ മൂന്ന് ആംഗിൾസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 180. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? ആ രണ്ട് ആംഗിൾസിന്റെയും സമ്മ 90 ഡിഗ്രി ആണെങ്കിൽ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ മെഷർമെന്റ് ലെസ് ദാൻ 90 ആയിരിക്കും, ഇതിന്റെ മെഷർമെന്റും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നത് ആംഗിൾസ് നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ ഔട്ട്സൈഡിലാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഈ ആംഗിളും ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. ഇത് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദ സർക്കിൾ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 5, 12, 13 എന്ന് പറയുന്ന പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, അത് ഓൺ ദ സർക്കിൾ ആണെന്ന് മനസ്സിലാവും. ബാക്കി രണ്ടെണ്ണത്തിന്റെ സമ്മ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഓരോ ആംഗിൾസും ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. Okay, then next question. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. അതായത് രണ്ട് സർക്കിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഈ സർക്കിളിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സർക്കിളിന്റെയും ഡയാമീറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിന്റെ ഡയാമീറ്ററിന്റെ ഹാഫ് ആണ് സെക്കൻഡ് സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് ഫസ്റ്റ് സർക്കിളിന്റെ ഡയാമീറ്റർ അല്ലെ. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ലാർജ് സർക്കിളിന്റെ റേഡിയസ് ആണ്. അതായത് ലാർജ് സർക്കിളിന്റെ റേഡിയസും സ്മോൾ സർക്കിളിന്റെ ഡയാമീറ്ററും സെയിം ആണ്. ഓക്കെ. അതായത് ലാർജ് സർക്കിളിന്റെ ഡയാമീറ്ററിന്റെ ഹാഫ് ആണ് സ്മോൾ സർക്കിളിന്റെ ഡയാമീറ്റർ. ക്ലിയർ ആയില്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ഈ പോയിന്റ് ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയണം. ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലൈൻ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് 5 ആണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ ഇപ്പോൾ 10 ആണെങ്കിൽ സ്മോൾ സർക്കിളിന്റെ 5 ആയിരിക്കും അല്ലെ. അതായത് വലുതിന്റെ എത്രയാണോ ഉള്ളത് അതിന്റെ പകുതിയാണ് സ്മോൾ സർക്കിൾ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ലൈൻ എത്രയാണോ ലാർജ് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കണം ഇത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ ബൈസെക്ട് ചെയ്യുന്നു, ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മീൻസ് ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ ഈ മെഷർമെന്റിന്റെ ഹാഫ് ആണ് ഇത് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ പകുതിയാണ് ഇത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഈ ആംഗിളിനെ നോക്കി, ഈ ലാർജ് സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ സ്മോൾ സർക്കിളിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ദാറ്റ് മീൻസ് കോമൺ ആംഗിൾ ആണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആംഗിൾസ് വന്നു. ദാറ്റ് മീൻസ് സ്മോൾ സർക്കിളിലേക്ക് ടച്ച് ചെയ്ത ഈ ആംഗിളും ലാർജ് സർക്കിളിലേക്ക് ടച്ച് ചെയ്ത ഈ ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത നമ്മൾ പഠിച്ചു. ദാറ്റ് മീൻസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പഠിച്ചു. ഇത് ഡയമീറ്റർ ആണെന്ന് പറയുന്നു. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിൽ വരുന്ന ഒരു സ്മോൾ സർക്കിളിൽ വരുന്ന സെമി സർക്കിൾ ആംഗിൾ ആണ് ഇത്. ദാറ്റ് മീൻസ് റൈറ്റ് ആയി. ലാർജ് സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ ആണ് ഇത്, അതും 90 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന്. ഈ ആംഗിള് സെയിമും ആണ്, അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയും സെയിം ആണ് എന്ന് മാത്രമല്ല ഈ ലൈനിന്റെ പകുതിയാണ് ഇത്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. ഫസ്റ്റ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഈക്വൽ ടു ഈ വലിയ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസ്. ശരിയല്ലേ? ഇനി വലിയ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണോ അതിന്റെ പകുതിയാണ് ചെറിയ ട്രയാങ്കിളിന്റെ ബേസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്യാം. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പ്രൊപ്പോർഷണാലിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താ പ്രൊപ്പോർഷണാലിറ്റി? ഇപ്പൊ നമുക്ക് ആദ്യം നെയിം ചെയ്യാം. എ ബി സി എ പി ക്യു. ഇങ്ങനെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന മെഷർമെന്റ് പകുതിയാണ് ഇത്. ദാറ്റ് മീൻസ് എ ക്യു ബൈ എ സി എന്ന് പറയുന്നത് ആരുമായിട്ട് ഈക്വൽ ആയിരിക്കും? എ പി ബൈ എ ബിയുമായി ഈക്വൽ ആയിരിക്കും. എന്താണ്? ലാർജിന്റെ മെഷർമെന്റ് എ ക്യു ബൈ എ സി, സ്മോളിനോട് മെഷർമെന്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത് ലാർജ് എ പി ബൈ എ ബി ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി എ സി എന്ന് പറയുന്നത് എത്രയാണോ അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ടൈംസ് എ സി തന്നെയാണ്. ആര്? എ ക്യു. എ ക്യു എന്ന് പറയുന്നത് 2 ടൈംസ് എ സി ആണ്. അപ്പൊ എ ക്യൂക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2ac എന്ന്. ശരിയല്ലേ? ഇനി എ സി ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് 2 ഇൻറ്റു എ ബി ഈസ് ഈക്വൽ ടു എ പി. ഓക്കെ, എ ബിയുടെ മെഷർമെന്റിന്റെ 2 ടൈംസ് ആണ് എ പി. ഒന്നുകൂടി പറയാം, പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ലാർജ് ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ടോപ്പിലെ ലാർജ് തന്നെ എടുക്കാം. എ ക്യൂ ബൈ എ സി എന്ന് പറയുന്നത് എ പി ബൈ എ ബി ആണെന്ന് കിട്ടും. എ സി എത്ര തന്നെയാണോ അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന എ സി. ദാറ്റ് മീൻസ് എ ക്യൂവിന് പകരമായിട്ട് നമുക്ക് 2ac അപ്ലൈ ചെയ്യാം. 2ac അപ്ലൈ ചെയ്യുമ്പോൾ എ സിയും എ സിയും ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് എ പി ഈക്വൽ ടു 2ab. ദാറ്റ് മീൻസ് എ പി ഈസ് ഈക്വൽ ടു 2ab എന്ന് കിട്ടി. ഓക്കെ, അതായത് എ ബിയുടെ ലെങ്ത്തിന്റെ 2 ടൈംസ് ആണ് എ പി. അതിനർത്ഥം എന്താ? എ പിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. അതായത് ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ എ പി എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നു ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി മിഡ് പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസൈഡും ഔട്ട് സൈഡും പോലെ തന്നെയാണ്. നമുക്ക് നോക്കാം. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places the perimeter and the area of the circle in the picture. അതായത് പിക്ചർ തന്നിട്ടുണ്ട്. ഒരു സർക്കിളില് ഒരു സെറ്റ് സ്ക്വയർ ഇരിക്കുന്ന രീതിയിലുള്ള പിക്ചറാണ് അല്ലെ. അതായത് ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ സെറ്റ് സ്ക്വയറിന്റെ മെഷർമെന്റ് കാണുന്നത് ഇവിടെ ഒരു ഡയമീറ്റർ ആകുന്ന രീതിയിലാണ് പിക്ചർ ഉള്ളത്. പിക്ചർ നന്നായി നോക്കുക, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, വേറെ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. 6ഉം 3ഉം നമ്മൾ എടുത്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സെമി സർക്കിൾ ആണ്. അതായത് സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ഈ സർക്കിളിൽ ഒരു സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സെറ്റ് സ്ക്വയറിന്റെ മെഷർമെന്റ് ഇവിടെ 6 ആണെന്നും ഇവിടെ 3 ആണെന്നുമാണ് കിടക്കുന്നത്. ഇതിനെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡയമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഒരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിൽ ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 3ഉം ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഏറ്റവും ചെറിയ രണ്ട് സൈഡ്സ് ആണ് 6ഉം 3ഉം. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ദാറ്റ് മീൻസ് 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഒരു സർക്കിൾ. ഇതില് ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് സ്ക്വയർ ഇരിക്കുന്നത്. അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് 6ഉം ഈ സൈഡ് 3ഉം ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാം. പൈതഗോറസ് തിയറിൽ അത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ദാറ്റ് മീൻസ് 36 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 45 എന്ന് വരും. അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 45 ആണ്. ദാറ്റ് മീൻസ് ആ സൈഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 45 ആണെന്ന് കിട്ടും. ശരിയല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ദാറ്റ് മീൻസ് ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 45 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 45 നമ്മൾ എങ്ങനെ എഴുതാം? 45നെ ഫാക്ടറൈസ് ചെയ്യും. 5 വെച്ച് ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 9 3 3 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് 3 റൂട്ട് 5നോട് ഈക്വൽ ആണ്. ശരിയല്ലേ?
45 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 45 3√5 ഈക്വൽ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഏരിയയും പെരിമീറ്ററും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. യൂസിങ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3√5 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയറിന് 6. ദാറ്റ് മീൻസ് ഇവിടെ √45 എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 3√5 ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് നമുക്കറിയാം. അതായത് ഡയമീറ്റർ 3√5 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 3√5/2 ആണ്. ശരിയല്ലേ? ഡയമീറ്റർ √45 ദാറ്റ് മീൻസ് ഈക്വൽ ടു 3√5 ആണ്. അപ്പൊ റേഡിയസ് ഇസ് ഈക്വൽ ടു 3√5/2 ആണ്. അതിൽ നിന്നും ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയറിൽ 6 ഇവിടെ 3√5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2πr ആണ്. r ഇസ് ഈക്വൽ ടു 3√5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെരിമീറ്റർ കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6ഉം 3ഉം വരുന്ന ട്രയാങ്കിൾ സൈഡ്സിന്റെ ഹൈപ്പോട്ടനസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് √45 ആണെന്ന് വരുന്നു. √45 ഇസ് ഈക്വൽ ടു 3√5 ആണെന്ന് കിട്ടും. അതാണ് അവിടെ വരുന്ന ഡയമീറ്റർ. ദാറ്റ് ഈസ് റേഡിയസ് ഇസ് ഈക്വൽ ടു 3√5/2 ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആറിന്റെ വാല്യൂ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2πr. അതിലും ആറിന്റെയും പൈ വാല്യൂ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യൂസിങ് കാൽക്കുലേറ്റർ എന്നാണ് പറഞ്ഞത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയും ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്നും ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ ആണ്. ആ ആംഗിൾ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.